പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ അത് യു എയിലേക്ക്. കാരണം അറിയാലോ യു എ ഒക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യാത്രയാണെന്ന്. അപ്പോൾ ഞങ്ങളിപ്പം കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. ഇപ്പം 4 മണിയായി. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് 5 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു മണിക്കൂർ കൂടി ഇപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യണം. ഇപ്പം 5 മണിയായിട്ടോ. ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സമയം. ഞങ്ങളിപ്പം അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ മുന്നിൽ നടക്കുന്ന ഇദ്ദേഹവും ഞാനുമാണ് കേട്ടോ പോകുന്നത്. ഈ യാത്രയ്ക്ക് വേറെ സ്വഭാവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലിയുടെ ഒരു അന്വേഷണമായിട്ട് വേണ്ടി കൂടിയാണ് കേട്ടോ ഞങ്ങളിപ്പം പോകുന്നത്. എനിക്കല്ല, അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ എനിക്കൊന്ന് നോക്കണം. അപ്പം എനിക്ക് അതിൻ്റെ കൂടെ ദുബായ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ ഈ യാത്ര പോകുന്നത്. ഇത് ഏതാ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എയർ അറേബ്യ. അടിപൊളി ഫ്ലൈറ്റാണ് കേട്ടോ. ഞങ്ങളിപ്പം പോകുന്നത് റാസ് അൽ ഖൈമയിലേക്കാണ് കേട്ടോ. യു എയിലെ ഇതാണ് കേട്ടോ റാസ് അൽ ഖൈമ എയർപോർട്ട്. ചെറിയൊരു എയർപോർട്ട്. റാസ് അൽ ഖൈമയിൽ അവിടുന്ന് ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമൊക്കെ ഉള്ള സ്ഥലം, ഞങ്ങൾക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് അൽ റഫ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് റാസ് അൽ ഖൈമയിൽ അൽ റഫ വരെ ഏതാണ്ട് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, ഏതാണ്ട് 1 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. അവിടെ ടാക്സി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 8:45 ആയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ നമ്മുടെ ഇന്ത്യയും ഇവിടെ ആയിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറിൻ്റെ ടൈം വ്യത്യാസമല്ലേ. ഞങ്ങളിപ്പം കാറിനകത്താണ് കേട്ടോ. മീറ്ററിലാണ് കേട്ടോ ഈ കാർ ഓടുന്നത്. ഇപ്പം അവിടെ വരെ എത്ര രൂപയാണെന്ന് വലിയ ധാരണയില്ല. ഏതാണ്ട് അവർ പറഞ്ഞൊക്കെ 100 അല്ലെങ്കിൽ 120 ഏതാണ്ട് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതാണ് പറഞ്ഞത്. അൽ റഫയിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അധികം വീഡിയോകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് ക്യാമറ താങ്ങി പിടിച്ച് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇനി ഞങ്ങൾ പോകുന്നത് അതായത് അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അൽ റഫയിൽ നിന്ന് അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. എന്താണെന്ന് വെച്ചാൽ അജ്മാനിൽ എൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അദ്ദേഹം വിളിച്ചിരിക്കും. ഞങ്ങൾക്ക് ഏകദേശം തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള. സത്യം പറഞ്ഞാൽ അജ്മാനിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ, അതായത് ദുബായിയുടെ ചെറിയൊരു രൂപങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് വീഡിയോയിലൊക്കെ കാണുന്ന ആ ഒരു കെട്ടിടങ്ങളും അങ്ങനത്തെ ഒരു രൂപങ്ങൾ അജ്മാനിൽ എത്തിയ സമയത്താണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. കാരണം ഈ അൽ റഫയിലും ഉമ്മൽ ഖുവൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും അധികം വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനധികം കണ്ടിട്ടില്ല. അൽ റഫയിൽ അധികമില്ല. ഈ അജ്മാൻ പോലെ അല്ല അൽ റഫ എന്ന് പറഞ്ഞ സ്ഥലം. തലേന്ന് ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഫുഡൊക്കെ ഉള്ളതായിട്ട് ഒരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം രാവിലെ ഇപ്പം പോകുന്നത് യൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. യൂണിയൻ മെട്രോ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ മെട്രോ സ്റ്റേഷനാണെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കാറിൽ കയറ്റിയിട്ടതാണ് ഈ യൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, യൂണിയോ മെട്രോ സ്റ്റേഷനിലേക്ക്. അവിടുന്ന് മെട്രോ ഉപയോഗിച്ചിട്ട് മെട്രോയിൽ ഞങ്ങൾക്ക് സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടുന്ന് ഞങ്ങളെ വേറെ ഫ്രണ്ട് ഒരാൾ ഞങ്ങളെ സെയിം പ്രായമാണ്, ഒരാൾ എൻ്റെ ബോസാണ്. എൻ്റെ നാട്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം യു എയിൽ ഇവിടെ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഇത് യൂണിയൻ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ എങ്ങനെ പോകുകയെന്നറിയില്ല. നിങ്ങളിത് കണ്ടോ, ഇതാണ് കാർഡ്. അതായത് മെട്രോ സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കാനുള്ള കാർഡ്. മെട്രോ സ്റ്റേഷൻ മാത്രമല്ല, ബസ് നമുക്കിത് ഈ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 25 ദിറംസ് ഈ കാർഡിന്. അതായത് അതിൽ 19 രൂപ ക്യാഷ് ഉണ്ടോ, നമുക്ക് ആ 19 രൂപയ്ക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ യൂണിയനിൽ സ്റ്റേഡിയം സ്റ്റേഷനിലെത്തി കേട്ടോ. സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെത്തി. ഇവിടെ അവർ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം എക്സിറ്റ് 1ലേക്കാണ് പോകുന്നത്. അതായത് എക്സിറ്റ് 1, 2 എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ 2 വശങ്ങളിലുള്ള എക്സിറ്റുകളാണ്, എക്സിറ്റ് 1ഉം 2ഉം. ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ എക്സിറ്റ് 1ൽ നിൽക്കുന്ന സമയത്ത് അവർ വിളിച്ചിറങ്ങുന്നത് എക്സിറ്റ് 1ലല്ല, എക്സിറ്റ് 2ലേക്ക് വരണമെന്ന്. കാരണം അവർ കാറിലാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് വളച്ച് നമ്മുടെ നാട്ടിൽ പോലെ പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളോട് ഇപ്പോൾ എക്സിറ്റ് 2ലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഇടത്ത് ഭാഗത്ത് ഇരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതായത് ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല.
വലത്തെ സൈഡിലിരിക്കുന്ന നമ്മൾ ബോസാണ് കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളിപ്പം പോകുന്നത്, അതായത് ഞങ്ങളിപ്പോൾ 3 പേരും പോകുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അദ്ദേഹത്തിനൊരു ഫ്ലാറ്റ് ഉണ്ട് ഈ സ്റ്റേഡിയം, അതായത് ഇതിൻ്റെ എവിടെയാണ് സ്ഥലം എനിക്കറിയില്ല. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത്, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക്. ഇന്ന് ചിലപ്പോൾ മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ആഫ്രിക്ക, അതായത് തൻസാനിയയിലുള്ള ഒരാളുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. 2ാമത്തെ ദിവസം, അതായത് ഇന്നലെ നിന്നൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്നിരിക്കുന്ന 2 പേര് അവർ നേരെ തിരിച്ച് അൽ റഫയിലേക്ക് തന്നെ പോയി. അതായത് ഞങ്ങൾ നിന്നിരുന്ന അവിടേക്ക് തന്നെ പോയി. ഞാൻ ഓൾറെഡി വരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ദുബായിൽ ഒരു ദിവസം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, എനിക്ക് അവിടെ ഒന്ന് കറങ്ങണം എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ബോസ് ശ്രീനേഷ്, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനേഷ് എന്നാണ്. അവർ നിന്നിരുന്ന ആ റൂമിലാണ് കേട്ടോ ഞാൻ ഇന്നലെ രാത്രി നിന്നിരുന്നത്. ഇപ്പോൾ ഞാനിപ്പം ഈ ബുർജ് ഖലീഫ കാണാൻ വേണ്ടി വന്നതാണ്. ബുർജ് ഖലീഫ നമ്മൾ ഒരു ദുബായിൽ നിന്ന് എവിടെ നോക്കിയാലും കാണാം. പക്ഷേ ഇതിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അങ്ങോട്ട് തന്നെ നോക്കി പോകുന്നത്, എല്ലായിടത്തും നോക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ശരിക്കും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാതെ നഷ്ടമാണ് കേട്ടോ. കാരണം ആകാശം വരെ മുട്ടി നിൽക്കുന്ന കെട്ടിടം നിങ്ങൾ നോക്കിയാൽ എന്തോരം ഹൈറ്റാണ്. ശരിക്കും താഴത്ത് നോക്കുന്നവർ അത്ര മനസ്സിലാകുന്നില്ലെങ്കിലും ദൂരത്ത് നോക്കുന്ന സമയത്ത് അപ്പോഴാണ് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ എവിടെയായിരുന്നു വെച്ചാൽ ബുർജുമാൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്താണ് അവർ താമസിക്കുന്നത്. അതായത് ശ്രീനേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം താമസിക്കുന്നത് ബുർജുമാൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്താണ്. അവിടുന്ന് ഞാനിപ്പം ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനിലേക്ക്, അത് ഈ കെട്ടിടം, അതായത് ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ് കാണാൻ വേണ്ടിയിട്ട്, കെട്ടിടം കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബുർജുമാനിന്ന് ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ദുബായ് മാളെന്നും പറയും തോന്നും, ആ ഒരു സ്റ്റേഷനിലേക്ക് ഇപ്പോൾ വന്നത്. എനിക്കൊരു പ്രശ്നം പറ്റി. അതായത് നമ്മൾ ഈ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഈ ബുർജ് ഖലീഫ കെട്ടിടത്തിലേക്ക്, ഈ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ടും ദുബായ് മാളിലേക്കുള്ള വഴിയുണ്ട്, ഇത് മെട്രോ സ്റ്റേഷനിൽ തന്നെ. അപ്പോൾ ഞാൻ അതിലൂടെ പോവാതെ ഞാൻ നേരെ റോഡിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല, എനിക്ക് ഈ ഇവിടുത്തെ റോഡും വാഹനങ്ങളൊക്കെ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ കഴിഞ്ഞു. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഉള്ളിൽ കൂടെ മൊത്തം കവർ ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജ് പോലെയാണ് വഴി. ദുബായ് മാളിലേക്കാണെങ്കിലും ഈ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ കാണാനുള്ള അവിടേക്കാണെങ്കിലും ഫുള്ള് കവർ ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജാണ്, ഒരു പാലം പോലെ. ഞാനിപ്പോഴാണ് ആലോചിക്കുന്നത്, ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഞാൻ കുറേ മുന്നൊക്കെ പുറകോട്ട് വെച്ചതായിരുന്നു ദുബായ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നതൊക്കെ. എന്തായാലും എനിക്ക് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നാളെ എനിക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടതാണ്. കാരണം തിരിച്ച് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള സമയമായി. എനിക്ക് തോന്നുന്നു ഞാനപ്പോൾ ഈ ബുർജ് ഖലീഫ കെട്ടിടത്തിൻ്റെ പുറകുവശത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട്. അത് ഈ നന്നാക്കുന്നത് ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, നന്നാക്കുകയാണെന്നാണ് തോന്നുന്നത്. ചില പുതിയ ഒരുപാട് കെട്ടിടങ്ങൾ ഈ റോഡ് സൈഡിൽ തന്നെ. ഞാൻ തിരിച്ച് ബുർജുമാനിലേക്ക്, അതായത് അദ്ദേഹം താമസിക്കുന്നത്, ശ്രീനേഷേട്ടൻ താമസിക്കുന്ന റൂമിൽ അവിടേക്ക് പോയ സമയത്ത്, അതായത് ബുർജ് ഖലീഫയും ജുമേറൊക്കെ കണ്ട് തിരിച്ച് പോയ സമയത്ത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ബുർജ് ഖലീഫ രാത്രിയാണ് കുറച്ചുകൂടി ഭംഗി കൂടുതലെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 7:30 മണിക്ക് ഞാനിപ്പോൾ അവിടെയാണുള്ളത്. 7:30 മണിക്ക് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഫുള്ള് ഡിസ്പ്ലേ ആവും. അതായത് നമ്മൾ ഈ വീഡിയോസൊക്കെ പോലെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞു. രാത്രി 7:30 മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ വാട്ടറിൻ്റെ അങ്ങനത്തെ കുറച്ച് വെള്ളത്തിൻ്റെ വെള്ളം പമ്പ് ചെയ്തിട്ട് ഈ പാട്ടിനനുസരിച്ചിട്ട് ഇങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാത്രിയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ രാത്രി ഇങ്ങോട്ട് വന്നിരിക്കുക ഇവിടേക്ക്. എന്ത് ഭംഗിയാണ് കാണാൻ ഇത് രാത്രിയിൽ. ഫുള്ള് ലൈറ്റാണ് കേട്ടോ, ലൈറ്റും എന്താ പറയുക. ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവുമെന്നുള്ളത്. എന്തായാലും എനിക്ക് വലിയ കാര്യമായി. എന്തായാലും കാണാൻ കഴിഞ്ഞല്ലോ, അത് ലോകാത്ഭുതം.
ഞാനിനി തിരിച്ച് അവിടേക്ക് തന്നെ പോവാണ് കേട്ടോ. അൽറഫ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ഇവിടെ ഇപ്പം ഞാനിപ്പം ഈ കാർഡ് ഞാൻ ബസ്സിൽ ഉപയോഗിച്ചു. ട്രെയിനിൽ മാത്രമായിരുന്നു ഞാൻ മുമ്പ് ഇന്നലെയൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഞാൻ ബസ്സിൽ ഉപയോഗിച്ചു. ഇതിൽ ക്യാഷില്ലായിരുന്നു. അങ്ങനെ ക്യാഷ് എങ്ങനെയാണ് ഇതിലേക്ക് ഇടാമെന്ന് ഞാൻ ഇവിടുന്ന് പഠിച്ചു. ഞാനത് നമ്മൾ എന്തെങ്കിലും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്ന് ഒരാളോട് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനങ്ങനെ തുറന്നു പറഞ്ഞത് എനിക്കത് അറിയില്ല എങ്ങനെയാണ് ക്യാഷ് ഇടുക, ഇതിലേക്ക് ക്യാഷ് ഇടുക. അപ്പോൾ അദ്ദേഹം എനിക്കത് അതിലേക്ക് ഇട്ടത് എനിക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണെന്ന്. അതായത് ഞാൻ തന്നെ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ കാർഡ് ഇങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഈ ബസ് നേരെ പോകുന്നത് എവിടേക്കെന്ന് വെച്ചാൽ ഷാർജ കഴിഞ്ഞിട്ട് ഷാർജ കൂടി അജ്മാനിൽ എവിടെയാണ് ബസ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. ബസ് ഉണ്ടോയെന്നും അറിയില്ല. ചിലപ്പോൾ മിക്കവാറും ടാക്സി വിളിച്ചിട്ട് പോകേണ്ടി വരും ഈ അൽറഫ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഉമ്മൽക്വീനിലുള്ള എന്തെങ്കിലും അതായത് വീഡിയോകൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. മിക്കവാറും ഉണ്ടാവില്ല. ചിലപ്പം അതായത് ബൈ ചാൻസ് എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി ചിത്രീകരിച്ച് കാണിച്ചു തരാം. ഓക്കെ, ബൈ.